ഫ്രണ്ട്സ്, RRBയുടെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ALP അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിലും ഇനി ചെയ്യാനുള്ളവരാണെങ്കിലും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 11/5. അതായത് ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് 10/5 ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 11/5 ആയിരുന്നു. അപ്പോൾ ഇന്നൊക്കെ ആയിട്ട് നല്ല സൈറ്റ് നല്ല ബിസിയാണ്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വാർത്തയുണ്ട്. കാരണം ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഡേറ്റ് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത്തരമുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ ഒരു കാര്യം, നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് കാര്യങ്ങളും കാണിക്കാം. അപ്പോൾ ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 100 പേർക്ക് GOCR നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ ചാനലിൻ്റെ പേരുണ്ടല്ലോ GOCR ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ച് സ്പേസ് ഇടാതെ 40 അടിച്ചാൽ ഒരു 200 രൂപയുടെ ഇതിന് കുറഞ്ഞ് കിട്ടും. കൂപ്പൺ കോഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഡയറക്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും മതി കേട്ടോ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതിൽ കയറിയുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റിൽ ഇങ്ങനെ കാണാം അപ്രന്റീഷിപ്പ്, ഇന്റേൺഷിപ്പ്, എയർപോർട്ട് ജോബ്സ് ഒക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ ജോബ് ഫെയർ, ഇതൊക്കെ മെയ് മന്തിലെ മാത്രം ജോബ്സ് ആണ്. പിന്നെ അത് ആമസോൺ, ഫ്ലിപ്കാർട്ട് എക്സിക്യൂട്ടീവ്, അതുപോലെ ആമസോൺ വർക്ക് ഫ്രം ഹോം ഉണ്ട്. അതുപോലെ ചാനൽ ടീം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിൽക്കൂടെ കാണാം. സെയിൽ സ്പെഷ്യലിസ്റ്റ്, അതുപോലെ ഏരിയ മാനേജർ, ഇതൊക്കെ കൊച്ചിയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേരളത്തിലൊക്കെയുള്ള വേക്കൻസിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സൈലം, സ്റ്റോറിംഗ് ചാർജും, അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അക്കൗണ്ടന്റ് തുടങ്ങിയുള്ള വേക്കൻസികളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ PDF കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. കറക്റ്റ് ലിങ്കും കാര്യങ്ങളും ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അത് പ്രൈവറ്റ് ജോബ് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. കാരണം 100 പേരായാലും പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഓഫറും കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഞാൻ അപ്ഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് RRB എന്താണ് അപ്ഡേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഡേറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് ഉണ്ടായിരുന്നത് 11/5, അതായത് മെയ് 11 വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് മെയ് 19 വരെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 19 ആണ്. അപ്പോൾ 11/5 നിന്നും 19/5 ആയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള മുൻപുണ്ടായിരുന്ന ഡേറ്റ് 13/5 വരെ ആയിരുന്നു. അത് 21/5 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ 19/5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ആ സമയത്ത് നിങ്ങൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കണം 2 ദിവസം പാടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. 21/5 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫുള്ളാക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്, കംപ്ലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ലാസ്റ്റിലേക്ക് വെക്കൊന്നും വേണ്ട. മാക്സിമം പെട്ടെന്ന് തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റും ചെയ്യാം. ഇനി ഇവിടെ ഡേറ്റ് ഓഫ് മോഡിഫിക്കേഷൻ, നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ തെറ്റുകളും തിരുത്താൻ പറ്റില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുള്ള ഡാറ്റകളൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. നമ്മൾ ചൂസ് ചെയ്ത RRB നമുക്ക് തിരുത്താൻ പറ്റില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടാൽ മതി, അതിൻ്റെ ലിങ്ക് കാര്യങ്ങളും തരാം. ഇവിടെ 14/5 ആയിരുന്നു, 5 മുതൽ 23/5 വരെ ആയിരുന്നു കറക്റ്റ് ചെയ്യാനുള്ള ഡേറ്റ്. അത് മാറിയിട്ട് ഇപ്പം 22/5 മുതൽ 31/5 വരെ ആയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 22/5 മുതൽ 31/5 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ ഏജും ഇതൊക്കെ കണക്കാക്കുന്ന അതൊക്കെ സെയിം ഡേറ്റ് ആണ്, അതിലൊന്നും മാറ്റില്ല. അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് എലിജിബിലിറ്റി, അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ് 11/5/2025 നിന്നും 19/5 മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ഇന്നാണ് ഈ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത് 10/5/2025 കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം എല്ലാവരും 11/5 ലാസ്റ്റ് ഡേറ്റ് എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കും. അപ്പോൾ അത് വേണ്ട. മാക്സിമം നിങ്ങൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക്, നമുക്ക് RRBയുടെ ഡയറക്റ്റ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഒരു താഴെ സ്ക്രോളും ചെയ്യാം. ബുക്ക് ഉണ്ട്, ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ നോട്ടിഫിക്കേഷൻ വീഡിയോയും അതുപോലെ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. 2 വീഡിയോ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇവിടെ അപ്ലൈ ആവുന്നുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഈ പോർട്ടലിലേക്കും വരും. അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.